ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊന്ന് മട്ടാഞ്ചേരി വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ കയറി. അങ്ങനെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴതാ ഈ ഒരു സാധനം പെട്ടെന്ന് കണ്ണിലുടക്കിയത് നമ്മുടെ കൂണാണ് കേട്ടോ. കൂണ് എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അങ്ങനെ അത് വാങ്ങിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് പ്രത്യേക താല്പര്യം കേട്ടോ. ഞാൻ കിവിയൊക്കെ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചു. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ KC കോർപ്പറേഷനിൽ നിന്നാണ് വാങ്ങിച്ചത് മട്ടാഞ്ചേരിയിൽ. മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും സ്പൈസസും നട്ട്സും ഒക്കെ നമുക്ക് നല്ല വിലക്കുറവിൽ തന്നെ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വന്നു. ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് പുറത്ത് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു രണ്ടുപേർക്കും. എന്തായാലും ഇന്ന് ഞാൻ ആ പരാതി എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ കൂണ് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. കൂടുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി റെഡിയാക്കാമല്ലോ എന്ന് ഓർത്തു. മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം എന്തായാലും മുക്കി വെക്കണം കേട്ടോ, കാരണം ഇതിൽ ഒരുപാട് അണുക്കളുണ്ടാവും. പെട്ടെന്ന് തന്നെ താളിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ താളിച്ചെടുക്കുന്നതെങ്കിലും കുറച്ച് എരിവിൽ തന്നെ താളിക്കാമല്ലോ എന്ന് ഓർത്തു. കാരണം എരിവിൽ വെച്ചാലും കുട്ടികൾ കഴിക്കും. കാരണം കൂണാവുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കൂൺ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് കൂണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് നല്ല റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനെ ഇപ്പോൾ ഇതിൽ നിന്നും വെള്ളമൊക്കെ ഊറി വന്നോളും. അങ്ങനെ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുത്തു. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. അപ്പോൾ എന്തായാലും കൂണിന് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ 2 സ്ട്രോബെറിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.